So, ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. ദാറ്റ് ഈസ് സാന്തോഫൈസി. സാന്തോഫൈസി എന്ന് പറയുന്നത് യെല്ലോ ഗ്രീൻ ആൽഗെ എന്നാണ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. സോ എ ഫ്യൂ general characters can be studied now. They are the organization of the thallus may be unicellular or multicellular. They may be palmalloid, cocoid, siphonaceous, etc. and are motile. And you can see two types of flagella. Two types of flagella ne കാണാൻ പറ്റും. Either whiplash without lateral hairs or tinsel type with lateral hairs. നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവുന്നതുകൊണ്ടാണ് ഞാനതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. ഫ്ലജല്ലയ്ക്ക് ഇങ്ങനെ ലാറ്ററൽ ഹെയർസ് ഉണ്ടാവുകയാണെന്ന് വെച്ചെങ്കിൽ അതിനെയാണ് ടിൻസൽ ടൈപ്പ് എന്ന് പറയാം. വിപ്ലാഷ് ഓർ ടിൻസൽ ടൈപ്പ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രൂപ്പിനെ പ്രസൻസ് ഓഫ് ടു ടൈപ്സ് ഓഫ് ഫ്ലജല്ല, മോർഫോളജിക്കലി ഡിഫറെൻറ്റ് ഫ്ലജല്ല ഉള്ളതുകൊണ്ട് ആസ് ദേ ആർ ഹാവിങ് ദിസ് ഫീച്ചർ ദേ ആർ കംസ് അണ്ടർ ഹെറ്റിറോകോണ്ടെ. ഓക്കെ. And coming to the pigment system, you can see both principal and accessory pigments. Principal pigments includes chlorophyll. They are A, C and E in Xanthophyceae, and many xanthophylls can also be seen. Viola-xanthin is there, diadino-xanthin is there, lutein is there. So they are the derived xanthophylls. You can see their presence in this group. Coming to the next, what is the reserve food material? It is already mentioned that leucosin and chrysolaminarin, these two compounds are the reserve food materials of this yellow-green algae. Coming to the next feature, that is their reproduction. They reproduce by means of vegetative, asexual and sexual method. And I represented sexual reproduction in red because a few members possess this sexual mode of reproduction. Mainly their mode of vegetative reproduction is vegetative and asexual. So only in a few members you can see sexual reproduction. So ഇത്രയാണ് നമുക്ക് ജനറൽ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ജനറൽ ക്യാരക്ടേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനില്ല, ഒരു ജസ്റ്റ് അതിനെക്കുറിച്ചൊരു അവയർനെസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ തന്നുള്ളൂ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടൈപ്പ് അണ്ടർ Xanthophyceae, ഇറ്റ്സ് വൗച്ചേറിയ. വൗച്ചേറിയ എന്ന് പറയുന്നത് എന്താണ്? വൗച്ചേറിയ എന്ന് പറയുന്നത് ഒരു യെല്ലോ ഗ്രീൻ ആൽഗയാണ്. ഇതിന് ഫ്രഷ് വാട്ടർ ഫോംസ് ഉണ്ട്. എ ഫ്യൂ ഫോംസ് ആർ മറൈൻ. മോസ്റ്റ്ലി ദേ ആർ ഫ്രഷ് വാട്ടർ. സോ ദ ട്രെൻഡ് ഈസ് ഷിഫ്റ്റിംഗ് നൗ. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ ക്ലോറോഫൈസിയെ മോസ്റ്റ് മെമ്പേഴ്സും എന്തെന്നായിരുന്നു? ഫ്രഷ് വാട്ടറാണ്. നമ്മൾ പഠിച്ച മെമ്പേഴ്സൊക്കെ ഫ്രഷ് വാട്ടറാണ്. ബട്ട് ഹിയർ this trend is shifting towards marine forms. So freshwater to marine shift can be seen from here onwards. Okay, so freshwater forms are most and a few members are marine. There are 11 species which is reported from India. Among them common members includes Vaucheria sessilis, Vaucheria amphibia, etc. സോ കമ്മിങ് ടു ദ താലസ് ഓർഗനൈസേഷൻ. താലസിൻ്റെ ഒരു ഓർഗനൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുക? ദെയർ താലസ് ഇസ് ഫിലമെൻറ്റ്. ഒരു ഫിലമെൻറ്റ് പോലെയാണ് കാണാൻ പറ്റുക. സിലിണ്ട്രിക്കലാണ്, എസെപ്റ്റേറ്റ് ആണ്. അഥവാ യു കനോട്ട് സീ എ സെപ്റ്റ. ഇങ്ങനെയുള്ള സെപ്റ്റകൾ കാണാൻ പറ്റില്ല. ഓരോ സെല്ലിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള സെപ്റ്റകൾ കാണാൻ പറ്റില്ല. ഹെൻസ് എസെപ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ദേ ആർ സിനോസൈറ്റിക്. വാട്ട് ഈസ് സിനോസൈറ്റിക്? യു ക്യാൻ സീ ന്യൂമറസ് ന്യൂക്ലിയൈ വിച്ച് ആർ ഒരു കോമൺ സൈറ്റോപ്ലാസത്തിനകത്ത് ന്യൂമറസ് ന്യൂക്ലിയ ഉള്ള കണ്ടീഷനെയാണ് സീനോസൈറ്റിക് കണ്ടീഷൻ എന്ന് പറയുക. സോ ദെയർ ബോഡി ഈസ് സൈഫോണേഷ്യസ്. ഇറ്റ്സ് ലുക്സ് ലൈക്ക് എ ട്യൂബ്. ഞാൻ പറഞ്ഞു താലസ് ഓർഗനൈസേഷനിൽ സം മെമ്പേഴ്സ് ആർ സൈഫോണേഷ്യസ് എന്ന് പറഞ്ഞു. വൗച്ചേറി ഈസ് എൻ എക്സാമ്പിൾ ഫോർ സൈഫോണേഷ്യസ് താലസ്. ദെൻ നെക്സ്റ്റ് ഇസ് ദേ ആർ ബ്രാഞ്ച്ഡ്. മേ ബി മോണോപോഡിയൽ ആയിട്ടുള്ള ബ്രാഞ്ച്ഡ് ആവാം, അല്ലെങ്കിൽ ഡൈക്കോട്ടമസ്, ഒരൊറ്റ പോയിന്റിൽ നിന്ന് രണ്ട് ബ്രാഞ്ചിങ് വരുന്ന രീതിയിലാവാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ ബ്രാഞ്ച് വരുന്ന രീതിയിലും ആവാം. ദെൻ ദേ ക്യാൻ ലക്ഷൂറിയൻ്റ്ലി ഗ്രോ ഓൺ ദെയർ അക്വാറ്റിക് ഹാബിറ്റാറ്റ് ടു ഫോം എ ടാങ്കിൾഡ് മാസ്. ഒരു ടാങ്കിൾ ചെയ്തിട്ടുള്ള ഒരു മാസ് പോലെ ലക്ഷൂറിയൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നടത്താൻ പറ്റും. ആ ഒരു എഫക്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന് പറയുന്ന പേരാണ്
അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് ഇവരെ ഗ്രീൻ ഫെൽസ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഇനി ദെയർ സെൽ വോൾ. അപ്പോൾ ഏറ്റവും പുറമേ അവർക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? സെൽ വോൾ ആണ്, വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. സോ നമുക്ക് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. ഇങ്ങനെ ബ്രാഞ്ച് ചെയ്തിട്ടുള്ള ഒരു സൈഫണേഷ്യസ് സിലിണ്ട്രിക്കൽ അസെപ്റ്റേറ്റ് സീനോസൈറ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടിപ്പിൽ മാത്രമേ ഞാനിങ്ങനെ ഭാഗങ്ങളൊക്കെ ഫുള്ളായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. ഇതിൻ്റെ ഹോൾ ബോഡി വിച്ച് ഇസ് അറ്റാച്ച്ഡ് ടു ദ സബ്സ്ട്രേറ്റം ബൈ മീൻസ് ഓഫ് എ സ്ട്രക്ചർ, എ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ, അറ്റാച്ചിങ് സ്ട്രക്ചർ, ആങ്കറേജ് സ്ട്രക്ചർ വിച്ച് ഇസ് നോൺ ആസ് Haptera, Haptera, Haptera. Next, you can see their cell wall is made up of cellulose and pectin. It is already told. Then next, inner to the cell wall, you can see plasma membrane and cytoplasm or protoplasm. Protoplasmത്തിനകത്ത് എന്തൊക്കെയുണ്ട്? പ്രോട്ടോപ്ലാസത്തിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്ന നമ്മുടെ ന്യൂക്ലിയസ് സീനോസൈറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻ ആണെന്ന് പറഞ്ഞു. ന്യൂക്ലിയസിൻ്റെ പ്രസൻസ് ഇന്നറിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അഥവാ ന്യൂക്ലിയസ് മോർ ഡെൻസ്, ന്യൂക്ലിയർ സോൺ എന്ന് തന്നെ പറയാം. ഇവിടെ ദെയർ പ്രസൻസ് ഇസ് വെരി ഹൈ ടുവേർഡ്സ് എ സെൻറ്റർ. ഈ താലസിൻ്റെ സെൻറ്ററിലേക്കായിരിക്കും ന്യൂക്ലിയസിൻ്റെ പ്രസൻസ് കൂടുതൽ. ഔട്ടർ റീജിയൻ നോക്കുകയാണെന്നുവെച്ചെങ്കിൽ യു ക്യാൻ സി പ്രസൻസ് ഓഫ് ക്രോമറ്റോഫോർ. ഇപ്പം ഞാൻ ഈ വരച്ചത് ക്രോമറ്റോഫോർ ആണെന്ന് കരുതുക, ഇത് ന്യൂക്ലിയസ് ആണെന്ന് കരുതുക, പിന്നെ താലസിൻ്റെ സെൻറ്റർ. അപ്പോൾ സെൻറ്ററിലേക്ക് ഫേസ് ചെയ്തിട്ട് ന്യൂക്ലിയസ് ആയിരിക്കും കൂടുതലുണ്ടാവുക, ഔട്ടറിലേക്ക് ഫേസ് ചെയ്തിട്ട് ക്രോമറ്റോഫോർസ് ആയിരിക്കും കൂടുതലുണ്ടാവുക. ഓക്കെ, അപ്പം ഞാൻ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു സാധനമാണ്. സെൻട്രലി ഞാനിവിടെ ഇങ്ങനെ കുത്തിട്ടപ്പോൾ നോക്കിയേക്ക് ഒരു ലാർജ് ഏരിയ ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ്, അത് റൺസ് ഹോൾ ഓവർ ദ താലസ്. താലസിന് എല്ലാ ഭാഗത്തു കൂടിയും പോകുന്ന സെൻട്രലി ഒരു ഹോൾ റീജിയൻ ഉണ്ട്. അതിനെയാണ് വാക്യൂൾ ഓർ സെൻട്രൽ വാക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് റീപ്രൊഡക്ഷൻ. സോ ഇറ്റ് റീപ്രൊഡ്യൂസ് Vaucheria reproduce by means of vegetative, asexual and sexual modes. Vegetative reproduction means fragmentation. So you can expect the fragmentation or breakage of this thallus into a small pieces, and each fragment can regenerate the whole thallus. That is known as fragmentation. Coming to the next reproductive stage, that is asexual mode of reproduction. They reproduce by means of zoospores, aplanospores and acantins. All spores you might have studied in the previous section, that is mycology. In the mycology you may be studied this kind of spores. So first of all, what is zoospores? As the name indicates, it's a motile spore. ഒരു motile ആയിട്ടുള്ള ഒരു spore ആണ്. So which Vaucheria species will produce this zoospores? You can expect zoospore production in both aquatic and terrestrial algae. ഈ ടെറസ്ട്രിയലും അക്വാറ്റിക് ആയിട്ടുള്ള സ്പീഷ്യസുകളുണ്ട് വൗച്ചേറിയയിൽ, രണ്ടും സൂസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. അക്വാറ്റിക് ആയിട്ടുള്ള സ്പീഷ്യസുകൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇത് സൂസ്പോർ ആണ്, ഫ്ലജല്ലേറ്റഡ് സ്ട്രക്ചറാണ്. സോ അക്വാറ്റിക് കണ്ടീഷനിൽ ഈസി ആയിട്ട് സ്വിം ചെയ്യാനുള്ള ഒരു സ്ട്രക്ചറാണിത്, അക്വാറ്റിക് സ്പീഷ്. ടെറസ്ട്രിയൽസ് ആയിട്ടുള്ള സ്പീഷ്യസുകൾ സൂസ്പോർ എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കാരണം നോർമലി ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന് സൂസ്പോർ ഉണ്ടാക്കിയിട്ട് ഫ്ലജല്ല ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഫ്ലജല്ല ഏതിൽ മൂവ്മെൻറ്റിന് സഹായിക്കുന്നതാണ്? ഫ്ലജല്ലാർ മൂവ്മെൻറ്റ് ഒരു മീഡിയം വാട്ടർ ആണെങ്കിൽ, അക്വാറ്റിക് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. സോ ടെറസ്ട്രിയൽ ഫോംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇഫ് ദേ ആർ എന്താണ്, അവർ ഇഫ് ദേ ഫേസ് ഫ്ലഡ് ഫേസ് ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലഡ് ഉണ്ടാവുകയാണെന്നുവെച്ചെങ്കിൽ, so this species, terrestrial species of Vaucheria will also produce zoospores. So these are the conditions. Okay, next how zoospore forms nallu nokam. So any terminal portion can act as can form zoospores. During the formation of the zoospore, the terminal end will form a sac-like structure which is known as zoosporangia. A sac which encloses zoospores is known as, zoospores are known as zoosporangia. When the terminal part transform into zoosporangia,
a wall, a septum will be produced. A septum which separates the reproductive content from other content. നമ്മൾ ഫഞ്ചയിൽ ഇഷ്ടംപോലെ പറയുന്ന സംഭവമാണത്. ഏത്? ഇങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ഒരു സെപ്റ്റ ഫോം ചെയ്തു. സോറി, അതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ സൂസ്പൊറാഞ്ചിയത്തിനകത്തേക്ക് സൈറ്റോപ്ലാസം അലോങ് വിത്ത് ഓർഗനൽസ് വിൽ ഫ്ലോ. ഇതിനകത്തേക്ക് മാക്സിമം ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും അതുപോലത്തെ എല്ലാം ഫ്ലോ ചെയ്യും. നൗ എ സെപ്റ്റം സെപ്പറേറ്റ്സ് ദ റീപ്രൊഡക്റ്റീവ് കണ്ടന്റ് ഫ്രം വെജിറ്റേറ്റീവ് കണ്ടന്റ്. ഓക്കെ, നൗ ദിസ് ഇസ് എ സൂസ്പൊറാഞ്ചിയ. അപ്പോൾ ഇത് ഞാനിവിടെ മാറ്റി വരച്ചു എന്നുള്ളൂ. ഇതാണ് ഒരു സൂസ്പൊറാഞ്ചിയ. ആ സൂസ്പൊറാഞ്ചിയയിലെ ഒരു പ്രത്യേകതയുണ്ട്. സൂസ്പൊറാഞ്ചിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ന്യൂക്ലിയസ് മോർ ടുവേർഡ്സ് സെൻറ്ററും ക്രോമറ്റോഫോർ ടുവേർഡ്സ് ഔട്ട്സൈഡുമാണ് ഇപ്പോൾ കിടക്കുന്നത്. ഓക്കെ, അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ന്യൂക്ലിയസ് ഈ സമയത്ത് ഈ സെപ്റ്റം ഫോം ചെയ്യുന്നത് വരെ ന്യൂക്ലിയസ് അകത്തും ക്രോമറ്റോഫോർ പുറത്തും തന്നെ നോർമൽ ഓറിയൻറ്റേഷനാണ്. ബട്ട് സെപ്റ്റം ഫോം ചെയ്ത് മെച്യൂർ ആയി കഴിയുമ്പോൾ ദിസ് ഓർഗനൈസേഷൻ വിൽ ചേഞ്ച്. അതെന്താണ് ഓർഗനൈസേഷൻ ചേഞ്ച് ആവാനുള്ളത് എന്നുള്ളത് നോക്കാം. സോ സെൻറ്ററിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ന്യൂക്ലിയസ് വിൽ മൂവ് ടുവേർഡ്സ് പെരിഫറി. അപ്പോൾ ന്യൂക്ലിയസ് നോക്കിയേക്ക് ഞാനിവിടെ ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു സൂസ്പോറാണ് ഈ വരച്ചിട്ടുള്ളത്. അതിലൊക്കെ നീല കളറിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഈ ഡോട്ട്, ഈ ഉണ്ടകളെല്ലാം എന്താണ്? ഈ ബബിൾസ് എല്ലാം ന്യൂക്ലിയസ് ആണ്. സോ ഓറിയൻറ്റേഷൻ ഓഫ് ദി ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? ചേഞ്ചസ് ഫ്രം സെൻറ്റർ ടു പെരിഫറി. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. അതിനനുസൃതമായിട്ട് എന്തും സംഭവിക്കണം? ക്രോമറ്റോഫോർസ് വിൽ മൂവ് ഫ്രം പെരിഫറി ടു സെൻറ്റർ. സോ റീഓറിയൻറ്റേഷൻ ഓഫ് സൈറ്റോപ്ലാസ്മിക് പാർട്ടിക്കിൾസ് ഒക്കേഴ്സ്. അത് അവിടെ നടക്കുന്നു. വെൻ ദിസ് റീഓറിയൻറ്റേഷൻ ഹാപ്പൻസ്, അപ്പോൾ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം കൂടി നടക്കും. ഓപ്പോസിറ്റ് ടു ദി ന്യൂക്ലിയസ് യു ക്യാൻ സി ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്ലജല്ല. ഈ ഓരോ ന്യൂക്ലിയസിനും ഓപ്പോസിറ്റായിട്ട് ഫ്ലജല്ല ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ ഒരു സൂസ്പോർ, ഒരു കോമ്പൗണ്ട് സൂസ്പോറായിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ ഫ്ലജല്ല ഡെവലപ്പ് ചെയ്തു. ഇങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് സൂസ്പോറിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ന്യൂക്ലിയസ് പുറത്തേക്ക് പോകുന്നുണ്ടാവുക? ന്യൂക്ലിയസ് പുറത്തേക്ക് പോകുന്നത് ഇഫ് ഏറ്റവും പുറമെ ക്രോമറ്റോഫോർ തന്നെയാണെന്ന് എഴുതിക്കോ. ക്രോമറ്റോഫോറാണ് ഇവിടെ പുറത്തുനിന്ന് എഴുതിക്കോ. അപ്പോൾ ഇവിടുന്ന് ഫ്ലജല്ല ഉണ്ടായി വരേണ്ടി വരും അല്ലേ? ഓരോ സെല്ലിൽ നിന്നും ഇങ്ങനെ അല്ലേ? ഇപ്പോൾ നോക്കിയേക്ക് ഫ്ലജല്ല പുറത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇവിടെ ന്യൂക്ലിയസ് ഏറ്റവും പുറമെ വന്ന് അവിടുന്ന് ഫ്ലജല്ല വന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? വളരെ ഈസി ആയിട്ട് ഇതിന് സ്വിം ചെയ്യാനുള്ള എളുപ്പമുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഒരു ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സ്ട്രക്ചറിനെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, ന്യൂക്ലിയസ് പുറത്തേക്ക് വരുന്നത്. ക്രോമറ്റോഫോർസ് അതിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ട് അത് സെൻറ്ററിലേക്കും പോകുന്നു. ഇനി ഇങ്ങനെയുള്ള ഒരു ഫ്ലജല്ലയുടെ ഒരു സൂസ്പോറിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുക. യു ക്യാൻ സി എ മെനി ഫ്ലജല്ല. മൾട്ടി ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്, മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അക്കോർഡിംഗ് ടു ഫ്രിച്ച് പറഞ്ഞത് എന്താണ്? ഈ ഒരു സ്ട്രക്ചറിനെ which will represent a syn or compound zoospore. Why it is known as a compound zoospore? Normally a zoospore can be represented by a single nucleus and by flagella. Flagella ഒന്നാവാം രണ്ടെണ്ണാവാം. ഇതാണല്ലോ ഒരു സിംഗിൾ സൂസ്പോർ. സോ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഹിയർ? യു ക്യാൻ സി മെനി ഓഫ് ദിസ് ടൈപ്പ് അല്ലേ? ഇതുപോലത്തെ ഒരുപാടെണ്ണം, 1 2 3 4 5 അങ്ങനെ ഒരുപാടെണ്ണം ഇതിനകത്തില്ലേ? സോ സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂസ്ഡ് എന്നാണ് അർത്ഥം, ഫ്യൂഷൻ. സോ സിൻ റെപ്രസെൻറ്റ്സ് എ ഫ്യൂഷൻ ഓഫ് സൂസ്പോർസ് ഓർ ഇറ്റ് ഈസ് എ കോമ്പൗണ്ട് സൂസ്പോർ. കോമ്പൗണ്ട് സൂസ്പോർ ആയിട്ടാണ് ഫ്രിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ്, ആൽഗയിൽ വലിയൊരു ആൽഗോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പ്രകാരം, അദ്ദേഹത്തിൻ്റെ വ്യൂ പ്രകാരം ഇതിനെ ഒരു കോമ്പൗണ്ട് സൂസ്പോർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇനി ദിസ് സൂസ്പോർസ് വെൻ ദേ മെച്യൂർ they may get released from zoosporangia. സൂസ്പൊറാഞ്ചിയക്ക് പുറത്ത് കടന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് എത്തും. ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആൻഡ് ഇറ്റ് വിൽ സ്വിംസ് with the help of flagella and settles down the substratum where it detaches its flagella. Flagella മൊത്തം പോവും. സബ്സ്ട്രേറ്റത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഫ്ലജല്ല മൊത്തം പോവും. ഫ്ലജല്ല പോയിട്ട് എന്ത് ചെയ്യും? ഇനി എന്താ ഉണ്ടാവേണ്ടത്?
ഈ താലസ് തന്നെ ഉണ്ടാവണം. ഈ താലസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ന്യൂക്ലിയസ് നൗ എങ്ങോട്ട് തന്നെ പോകണം? സെൻറ്ററിലേക്ക് തന്നെ പോകണം. കാരണം ന്യൂക്ലിയസ് സെൻറ്ററിൽ തന്നെയല്ലേ വരുന്നത്, ക്രോമറ്റോഫോർ പുറത്തേക്കും വരണം. സോ ഡ്യൂറിങ് ജെർമിനേഷൻ ന്യൂക്ലിയസ് വിൽ മൂവ് ടുവേർഡ്സ് ദ സെൻറ്റർ ആൻഡ് എന്ത് ക്രോമറ്റോഫോർസ് വിൽ മൂവ്സ് ടു പെരിഫറി. സോ റീഓറിയൻറ്റേഷൻ അഗെയിൻസ് ഹാപ്പൻസ് ഇൻ ഓർഡർ ടു എന്തിനാണ്? ഇൻ ഓർഡർ ടു ഗെറ്റ് ദ താലസ് ഓർഗനൈസേഷൻ കറക്റ്റ്ലി. താലസ് ഓർഗനൈസേഷൻ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇത് ശരിക്കും കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് മനസ്സിലാക്കാനുള്ളതുള്ളൂ. ഒന്ന് സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ട്, ഫ്ലജല്ലാർ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ന്യൂക്ലിയസ് പുറത്തേക്ക് പോകുന്നു. അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി അപ്ലനോസ്പോർ. അപ്ലനോസ്പോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്പോർട്സ് ആണ്. സ്ട്രക്ചറും ബാക്കിയൊക്കെ സെയിം ആണ്, എക്സെപ്റ്റ് ഫ്ലജല്ല ഇല്ല എന്നുള്ളതുള്ളൂ. അപ്ലനോസ്പോർസ് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക? അപ്ലനോസ്പോർസ് അക്വാറ്റിക് സ്പീഷീസും ടെറസ്ട്രിയൽ സ്പീഷീസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അക്വാറ്റിക് സ്പീഷീസ് വെൻ ദേ ആർ എക്സ്പോസ്ഡ് ടു ഡ്രോട്ട് കണ്ടീഷനിലാണെങ്കിൽ ദേ വിൽ പ്രൊഡ്യൂസ് അപ്ലനോസ്പോർസ്. ടെറസ്ട്രിയൽ സ്പീഷീസ് ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അക്വാറ്റിക് സ്പീഷീസ് വേറൊരു കണ്ടീഷനിലും കൂടിയും അതിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇഫ് ദേ ആർ ട്രാൻസ്ഫേർഡ് ഫ്രം running water to still water, they will produce aplanospores. Okay, next aplanospores will be produced inside a sac like structure which is known as aplanosporangia. They are non-motile structures. Their shape may be club or ovoid shape. അപ്പോൾ ഇതേ സ്ട്രക്ചർ തന്നെ ഫ്ലജല്ല ഒഴിവാക്കി കഴിഞ്ഞാൽ അത് അപ്ലനോസ്പോർ ആയി. ഓക്കെ, അവിടെ പിന്നെ ന്യൂക്ലിയസിൻ്റെ ഓറിയൻറ്റേഷനും റീഓറിയൻറ്റേഷൻ്റെയും ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇപ്പോൾ എന്താണ് കാരണം എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായോ? ഫ്ലജല്ലാർ ഡെവലപ്മെൻറ്റിനെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂക്ലിയസ് പുറത്തു വന്നതെന്നുള്ളത് മനസ്സിലായോ? ഇവിടെ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. കാരണം ഫ്ലജല്ല ഇല്ല. പിന്നെ എന്തിനാപ്പോൾ ന്യൂക്ലിയസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്? അപ്പോൾ നേരെ എന്ത് ചെയ്തു? അപ്ലനോസ്പോറാഞ്ചിയയിലുണ്ടായി. ലിബറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഡയറക്റ്റ് ആയിട്ട് ആ താലസായിട്ട് വളരും. കാരണം എന്താ? അതിൻ്റെ ഓറിയൻറ്റേഷൻ ന്യൂക്ലിയസ് സെൻറ്ററിലേക്കും ക്രോമറ്റോഫോർ പെരിഫറിയിലേക്കുമാണ്. നെക്സ്റ്റ് നമുക്ക് അനദർ മോഡ് ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് അക്കൈനസ്. നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും. It is the organized fragmentation of the thallus and concentration of the protoplasm ഇങ്ങനെ by leaving intervening spaces ഉണ്ടാക്കിയിട്ട് പ്രോട്ടോപ്ലാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് അക്കൈനറ്റ്സ്. ഈ അക്കൈനറ്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അക്കൈനറ്റ്സിന് ഇവിടെ സിസ്റ്റ് എന്നും പറയാം. This cyst in the case of Vaucheria undergoes additional division to form and comes out through a pore. ഈ അഡീഷണൽ ഡിവിഷൻ നടക്കും. അപ്പോൾ ഒരുപാട് ഡിവിഷൻ സിസ്റ്റ് വീണ്ടും ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇറ്റ് വിൽ കം ഔട്ട് ത്രൂ എ പോർ. ഒരു പോറിലൂടെ പുറത്തേക്ക് വരാൻ വേണ്ടി നോക്കും. അറ്റ് ദിസ് സ്റ്റേജ് ദിസ് താലസ് ലുക്സ് ലൈക്ക് അനദർ ആൽഗെ വിച്ച് ഇസ് നോൺ ആസ് ഗോൺഗ്രോസീറ. സോ ദിസ് സ്റ്റേജ് ഈസ് ഓൾസോ നോൺ ആസ് ഗോൺഗ്രോസീറ സ്റ്റേജ്. അപ്പോൾ അക്കൈൻസിൽ അത്രയേ ഉള്ളൂ. പ്രോട്ടോപ്ലാസം വളരെ തിക്ക് വാൾഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. പ്രോട്ടോപ്ലാസ്മിക് ഓർഗനൈസ്ഡ് ഫ്രാഗ്മെൻറ്റേഷൻ നടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും വളരെ തിക്കാണ്. അൺഫേവറബിൾ കണ്ടീഷനെ ടൈഡ് ഓവർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അറ്റ് സർട്ടൈൻ കണ്ടീഷൻ സിസ്റ്റം മേ അണ്ടർഗോ അഡീഷണൽ ഡിവിഷൻ ആൻഡ് കംസ് ഔട്ട് ആസ് എ ത്രൂ എ പോർ വിച്ച് ഇസ് നോൺ ആസ് അറ്റ് ദിസ് സ്റ്റേജ് ദിസ് ആൽഗെ ഇസ് നോൺ ആസ് ഗോൺഗ്രോസീറ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. ഞാൻ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. സിസ്റ്റമാറ്റിക് പൊസിഷൻ, ഡിവിഷൻ സാന്തോഫൈറ്റ, ക്ലാസ് സാന്തോഫൈസിയെ, ഓർഡർ സൈഫോണൈൽസ് ഓർ വൗച്ചീറിയൽസ്, ഫാമിലി വൗച്ചീറിയേസി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് വൗച്ചീറിയനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷനാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.